ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ഒന്നുമല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒരു തികച്ചും വ്യത്യസ്തപ്പെട്ട ഒരു റീഡിംഗ് ആണ്. നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്നാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ജന്മരഹസ്യം എന്താണ്, വാട്ട്സ് യുവർ സോൾ പർപ്പസ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഭൂമിയിലേക്ക് വന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനൊരു ജന്മരഹസ്യമുണ്ടാവും, അല്ലെങ്കിൽ ഒരു ജന്മലക്ഷ്യമുണ്ടാവും. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാ മനുഷ്യരും ഈ ഒരു ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നത്. അവർക്കൊരു ഒരു രഹസ്യമുണ്ട് അതിൻ്റെ പിന്നിൽ. ഓരോ വ്യക്തിയുടെ ജന്മത്തിന് പിന്നിലും ഓരോ രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു പൈൽ റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 പൈൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്ലൂ പൈൽ ആണ് ഒന്നാമത്തെ പൈല്, സെക്കൻഡ് പൈൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് പൈൽ, മൂന്നാമത്തെ പൈൽ എന്ന് പറഞ്ഞാൽ ബ്രൗൺ പൈൽ. അപ്പം നിങ്ങൾ ഇതാണ് ഒന്നാമത്തെ പൈൽ, ഇത് രണ്ടാമത്തെ പൈൽ, ഇത് മൂന്നാമത്തെ പൈൽ. അപ്പം നിങ്ങളൊന്ന് ഡീപ്പ് എർത്ത് എടുത്തിട്ട് ഒരു 5 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം എടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു പൈൽ എടുക്കുക. എന്താണ് നിങ്ങളുടെ ജന്മരഹസ്യം നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഈ ഒരു റീഡിംഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു ജന്മരഹസ്യമുണ്ട്. അതായത് നമ്മൾ കുറേ പണം സമ്പാദിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ കുറേ ജോലി ചെയ്ത്, അതായത് പണം സമ്പാദിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും അപ്പുറം നമ്മുടെ ആത്മാവിന് ഈ ഒരു ഭൂമിയിൽ ചില ദൗത്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അത് കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു തരം ടാറോട്ട് റീഡിംഗ് ആണിത്. അതായത് ഓരോ ആത്മാവിനും ഓരോ ജന്മലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഓരോ ആത്മാക്കളും ഈ ഒരു ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നത്. അപ്പം അത് കണ്ടെത്താൻ നിങ്ങളെ ഒരു റീഡിങ് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇത് ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, ഏജ്ലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്. അതായത് ഏത് വ്യക്തികൾക്കും കാണാം. അതായത് ഇന്നൊരു ജെൻഡറിനൊന്നുമില്ല, എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ കാണാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം, ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വലിച്ചഴയ്ക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് പൈലുകൾ വെച്ചിട്ടുണ്ട്, 3 പൈലുകൾ. നമുക്ക് നമ്പർ ക്രമത്തിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് പൈലിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു പൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത്, ഒന്നാമത്തെ നമ്പറാണ്, ഒന്നാമത്തെ പൈൽ ബ്ലൂ, രണ്ടാമത്തത് ഓറഞ്ച് പൈൽ, മൂന്നാമത്തത് ബ്രൗൺ പൈൽ. അപ്പം നിങ്ങൾക്ക് ഇതിൽ 1, 2, 3 എന്നുള്ള ക്രമത്തിലും നിങ്ങൾക്ക് പൈൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പൈൽ അഥവാ ബ്ലൂ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ഹെർമിറ്റ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. അതായത് ഒരു വിസ്ഡം സീക്കർ എന്ന് പറഞ്ഞൊരു കാർഡാണ് ഈ ഒരു കാർഡ്. ഈ ഒരു കാർഡ് ഒരുപാട് കാര്യങ്ങൾ അനർത്ഥമാക്കുന്ന കാർഡാണ്, ഒരുപാട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് ഈ ഒരു കാർഡിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങളെല്ലാ കാര്യവും പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചറിയാൻ ഈ ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ, അവർക്ക് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ അവർക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. അതുപോലെ ഒരു പെട്ടെന്ന് കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർ ഇൻ്റലക്ച്വലി ഭയങ്കര ഇൻ്റലക്ച്വൽ ലെവലുള്ളവരായിരിക്കും, ഹയർ ഇൻ്റലക്ച്വൽ ലെവൽ ഉള്ളവരായിരിക്കും ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവർ. അതായത് ഞാനിവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അറിവ് നേടുക, അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരുക എന്നതാണ് നിങ്ങളുടെ ജന്മരഹസ്യം. ഇപ്പം നിങ്ങളുടെ ജന്മരഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് നേടുക മാത്രമല്ല, അത് മറ്റുള്ളവരിലേക്കും പകരുക, ഒട്ടും ചോരാതെ. അതായത് നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സോളായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഗൈഡ് ആകാൻ ജനിച്ച വ്യക്തിയാണ്. നിങ്ങളൊരു വഴികാട്ടിയാവാൻ ജനിച്ച വ്യക്തിയാണ് ജീവിതത്തിൽ. അതാണ് നിങ്ങളുടെ ജന്മരഹസ്യം. അപ്പം നിങ്ങളുടെ ജന്മരഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് നേടുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളെയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ഗൈഡൻസാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജന്മരഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു മെൻറ്ററാണ്, നിങ്ങളൊരു ജ്ഞാനിയാണ്. എല്ലാ കാര്യം നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടില്ലായിരിക്കാം, വിദ്യാഭ്യാസം കുറവായിരിക്കാം നിങ്ങൾക്ക്, പക്ഷേ നിങ്ങൾക്ക് നല്ല അനുഭവ സമ്പത്തും ഒരു ആത്മജ്ഞാനം നിങ്ങൾക്ക് ഭയങ്കര കൂടുതലാണ്. വിദ്യാഭ്യാസം മാത്രമല്ല, നിങ്ങൾക്ക് ആത്മജ്ഞാനം കൂടുതലായിട്ടുള്ള വ്യക്തികളാണ്. അപ്പം അതുപോലെ തന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനും മറ്റുള്ളവർക്ക് ഇരുട്ടിലൊരു
പ്രകാശമാവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് മറ്റുള്ളവർക്ക് നിങ്ങളോട്, അതായത് ചില വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളോട് പറയുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ്, നിന്നോട് എന്ത് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര പ്രശ്നമുണ്ടെങ്കിലും അത് മാറിക്കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നല്ല രീതിയിലുള്ള അഡ്വൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു വ്യക്തിയെ നല്ല രീതിയിൽ നേർവഴിക്കാക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ അടുത്തൊരു വ്യക്തി ഒരു പ്രശ്നം വന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കറക്റ്റായ ഒരു സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത് നിങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നിങ്ങൾ നേടിയ അറിവല്ല, നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ ജന്മരഹസ്യം, അതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. അപ്പം നിങ്ങളുടെ സോൾ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ പൈലെടുത്തവരുടെ സോൾ പർപ്പസ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. അതുപോലെ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഗൈഡാകാൻ നിങ്ങൾക്ക് നല്ലതായിട്ട് സാധ്യത കൂടുതലാണ്. കാര്യം നിങ്ങൾ അതിനു വേണ്ടി ജനിച്ച ആളുകൾ തന്നെയാണ്. അതുപോലെ ആത്മീയതയിലും മനഃശാസ്ത്രത്തിലും അധ്യാപനത്തിലും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഒരു ടീച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ മെൻറ്ററായിട്ട് അതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന മേഖലകളാണ്. അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വെറും ഒരു അധ്യാപനം മാത്രമല്ല അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് പല പല കാര്യങ്ങളും, അത് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപനമെന്ന് മാത്രമല്ല, അതായത് നിങ്ങൾക്കൊരാളെ ടീച്ച് ചെയ്യാനായിട്ട് പറ്റും. യഥാർത്ഥ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികളാണ് ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവർ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പൈൽ അഥവാ ഓറഞ്ച് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടമായാലും എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കുക. അതുപോലെ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടെ ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു ചെറിയ ചാനൽ കൂടെയാണ് എൻ്റെ ചാനൽ. ഇതുപോലെയുള്ള കാര്യങ്ങൾ, ടാറോട്ട് കാർഡ് റീഡിങ്, ന്യൂമറോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ചാനലിൽ വരുന്നത്. നിങ്ങളൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും. അടുത്ത കാർഡിലേക്ക് പോകാം. സെക്കൻഡ് പൈൽ എടുത്തവർ റീഡിങ്ങിലേക്ക് പോകാം. ഒരു എംപ്രസ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. അതായത് ഇത് പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങിച്ചേരുന്നവരെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് സ്നേഹവും കരുണയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരാണ് ഈ ഒരു സെക്കൻഡ് പൈൽ എടുത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൃഷ്ടിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ സെക്കൻഡ് പൈൽ എടുത്തവർ അർത്ഥം സൃഷ്ടിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുക. നിങ്ങൾക്ക് പ്രകൃതി നിങ്ങൾ അനുഗ്രഹിച്ച വ്യക്തികളാണ്. നിങ്ങൾ പ്രകൃതിയുടെ അല്ലെങ്കിൽ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ തൊട്ടത് പൊന്നാക്കുന്ന ആളുകളാണ് നിങ്ങൾ തീർച്ചയായും. അതുപോലെ നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കലാപരമായിട്ട് കുറേ കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ ഗൈഡൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാലിച്ച് നിങ്ങളുടെ ഒരു കഴിവുകളൊക്കെ എന്ന് പറഞ്ഞാൽ കലാപരമായി നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളാവും. നിങ്ങൾക്ക് പല പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ജീവിതത്തിൽ. അതായത് അത് കലയിലൂടെ ആവാം, കൃഷിയിലൂടെ, അല്ലെങ്കിൽ ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിലൂടെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന വ്യക്തികളാണ്. അതായത് ഈ ഒരു കാർഡിൻ്റെ സോൾ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുക. ഒരു സൃഷ്ടാവ് അല്ലെങ്കിൽ പരിപാലിക്കുന്ന ഒരു വ്യക്തികളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്, ഒരു കൂട്ടം വ്യക്തികളെ. അതായത് ലോകത്തിന് കൂടുതൽ സ്നേഹവും സൗന്ദര്യവും നൽകുക എന്നതാണ് നിങ്ങളുടെ ജന്മരഹസ്യം. നിങ്ങൾക്കൊരു നല്ലൊരു കുടുംബിനി ആവാനായിട്ട് സാധിക്കും. ഒരാളുടെ വേദനയിൽ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഹീലറാണ് നിങ്ങൾ, നാച്ചുറൽ ഹീലർ. നിങ്ങളുടെ മേഖലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കൃഷി, കലാപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആതുര സേവനം, മെഡിക്കൽ മേഖലയിലൊക്കെ ഉള്ളവരൊക്കെ ഇതിൽ കാണുന്നുണ്ടാവും. അതൊക്കെ അതിനുവേണ്ടി ജനിച്ചവരാണ് നിങ്ങൾ തീർച്ചയായിട്ടും. കലാപരമായ കാര്യങ്ങൾ, കൃഷിയാവാം, അതായത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ ഒരു നിങ്ങൾ ഭയങ്കര കലാപരമായ കഴിവുള്ളവരാവാം. അല്ലെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മേഖലയിലാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു ഉയർച്ച കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ ഒരു മേഖല എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാകുന്ന ഒരു ആതുര സേവന രംഗത്തുള്ളവരെ ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. കാര്യം നിങ്ങൾക്കൊരു മെഡിക്കൽ പ്രൊഫഷൻ അല്ലെങ്കിൽ ആതുര സേവനം നിങ്ങൾക്ക് പറ്റുന്ന ഫീൽഡാണ്.
ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. മാനസികപരമായി നിങ്ങൾക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരാളെ വിഷമിച്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരത്തിലൂടെ അവരെ നല്ല മാറ്റങ്ങൾ അവരിൽ കൊണ്ടുവരാൻ പറ്റും. അതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഗൈഡൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജന്മരക്ഷ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെയും അല്ലെങ്കിൽ വൈഫിനെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഒരു നറിഷ്മെൻ്റ് ആണ്, ഒരു ഫെർട്ടിലിറ്റിയാണ്. നിങ്ങൾ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങളുടെ ശത്രുക്കളെ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം കൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന ശത്രുക്കളെ വരെ നിങ്ങൾക്ക് മിത്രങ്ങളാക്കി എടുക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ അത്രത്തോളം കെയറിങ് ചെയ്യുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നാണ്, മറ്റുള്ളവരെ കരുതലാകുക മറ്റുള്ളവർക്ക്. അതൊക്കെ കൂടി നിങ്ങളുടെ ഒരു ജന്മരഹസ്യമാണ്. ഓക്കെ, അതായത് മറ്റുള്ളവരുടെ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിൽ അവർക്കൊരു കരുതലാവുക, അതും കൂടെ നിങ്ങളുടെ ഒരു ജന്മരഹസ്യമായി വരുന്നുണ്ട്. അടുത്ത പൈൽ നോക്കാം, ലാസ്റ്റ് പൈൽ അല്ലെങ്കിൽ ബ്രൗൺ പൈൽ എടുത്തവർ നമുക്ക് നോക്കാം. ഇവിടെ ഒരു 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡും വളരെ ബ്യൂട്ടിഫുൾ കാർഡാണ്. അതായത് ഒരു മാറ്റത്തിൻ്റെ വക്താവെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും പല മേഖലകളിലും. ചേഞ്ച്, അതായത് പഴയതിനെ മാറ്റി പുതിയതിനെ സ്വീകരിക്കാനും മറ്റുള്ളവരെ പ്രയാസങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് പ്രയാസമുള്ള, അതായത് നിങ്ങൾ മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഒരു ഡൈവേർജൻസ് ഉണ്ട് നിങ്ങളുടെ ചിന്തകളിൽ, ഒരു കൺവേർജൻസ് അല്ല, ഒരു ഡൈവേർജൻറ്റ് തിങ്കേഴ്സാണ് നിങ്ങൾ. ആരും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് ഉള്ളവരാണ്. ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള തിങ്കിങ് ഒന്നും അല്ല നിങ്ങളുടേത്. ഒരു ഹയർ ലെവൽ തിങ്കിങ് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മനുഷ്യ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ തടസ്സങ്ങളെ നീക്കുക എന്നതാണ് നിങ്ങളുടെ ജന്മരഹസ്യം എന്നെനിക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് മനുഷ്യ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ തടസ്സങ്ങളെ നീക്കുക എന്നതാണ് നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്ന ലക്ഷ്യം. അപ്പം നിങ്ങളുടെ സോൾ പർപ്പസ് അതാണ്. ഒരു മാറ്റത്തിൻ്റെ വക്താക്കളാണ് നിങ്ങൾ. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത് വരും. അതായത് നിങ്ങളുടെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ, ഒരു രാഷ്ട്രീയത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഉപദേശകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ആ ഒരു മേഖലകളിലൊക്കെയാണ് നിങ്ങൾ എത്തിച്ചേരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആ മേഖല സോഷ്യൽ വർക്കാണ്. അതായത് സോഷ്യൽ സർവീസാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരെ സേവിക്കുക, അവരുടെ പ്രയാസങ്ങളിൽ അവർക്കൊരു താങ്ങാവുക, കരുതലാകുക. ഒരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരാളാവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഈ ഒരു കാർഡിലൂടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിങ് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ പൈൽ എടുത്തവരുടെ റീഡിങ് ഇതാണ്. ശരിക്കും ഒരു വ്യത്യസ്തമായ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റീഡിംഗ് കൊണ്ട് കുറച്ചെങ്കിലും നിങ്ങളുടെ സോൾ പർപ്പസ് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ തീർച്ചയായും നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ കൂട്ടാക്കാത്ത കൂട്ടുകാരൊന്ന് കൂട്ടാക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഏത് പൈലിലോടാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ഒരു പൈലിൻ്റെ ഇത് വെച്ച് നിങ്ങൾ കമൻ്റാക്കി ഇടുക. ഇതൊരു വ്യത്യസ്തമായ റീഡിംഗ് ആണ് കേട്ടോ. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് സോൾ പർപ്പസ്. ഞാൻ എന്തിനാണ് ഈ ഒരു ഭൂമിയിലേക്ക് വന്നതെന്ന് പലരും എന്നോടൊരു എൻ്റെ ലൈവ് ചെയ്യുന്ന സമയത്തും ചോദിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടി ഒരു റീഡിംഗ് ആയിട്ട് ഇട്ടതാണ്. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ റീഡിംഗ് ഒരു വ്യത്യസ്തമായ റീഡിംഗ് ആണ്. നമ്മുടെ ലവ് റീഡിംഗ് ഒക്കെ മാറ്റി വെച്ച് ഇന്നൊരു വേറെ റീഡിങ്ങുമായിട്ടാണ് വന്നത്. അപ്പോൾ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും
എൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. എല്ലാത്തരം വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ടാറോ കാർഡ് റീഡിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹരേ കൃഷ്ണ, എല്ലാവർക്കും നന്ദി, താങ്ക് യു.